ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. 0 ഡൗൺ പേയ്മെന്റ്. അതേപോലെ തന്നെ 12,50,000 രൂപക്ക് ഹാർഡ് ടോപ്പിൽ ഏറ്റവും ടോപ്പ് എൻഡിൽ 4x4 ഓട്ടോമാറ്റിക് വരുന്ന ഒരു അടിപൊളി വാഹനമാണ് കേട്ടോ. സാധാരണക്കാരന് അഫോർഡബിൾ ആയ പ്രൈസിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നവർക്ക് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഏറ്റവും ന്യൂ ഫേസിൽ വരുന്ന ഒരു കിഡ്ലം വാഗണർ ആയിട്ട് ആണ് വന്നിട്ടുള്ളത്. 4,95,000 രൂപയ്ക്ക് അത് നമുക്കൊരു ബഡ്ജറ്റ് പ്രൈസിന് കൊടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഫുൾ ഓൺലി ചെയ്യാൻ പറ്റുന്ന ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു SUV ആണ് ഈ ഒരു വാഹനം. യൂസ് ചെയ്യാൻ പറ്റും. അത്രയും ഫീച്ചേഴ്സ് ആണ്. മിനിയൊക്കെ നോക്കുന്നവർ വേറെ എവിടെയും പോകണ്ട. നമുക്ക് 3 കളർ ഓപ്ഷനിൽ പെട്രോൾ വേണ്ടവർക്ക് പെട്രോളും ഡീസൽ വേണ്ടവർക്ക് ഡീസലും ഉണ്ട്. 5 ഡോർ ഉണ്ട്, 3 ഡോർ ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ പ്രീമിയം ലെവൽ വാഹനങ്ങൾ ഏറ്റവും നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ, അതേപോലെ തന്നെ എല്ലാ റേഞ്ചിലുള്ള വാഹനവും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കിഡ്ലം ഷോറൂമായിട്ടാണെന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ സ്വന്തം പോസ്റ്റ് ലിങ്കിലാണ്. അപ്പോൾ അതാണ് നമുക്ക് പ്രീമിയം ലെവലിൽ തവണ മിനിയൊക്കെ നോക്കുന്നവർക്ക് നല്ല അത്യാവശ്യം നല്ല അടിപൊളി വെറൈറ്റി സെലക്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിലുള്ള വാഹനങ്ങളുണ്ട്, താറുണ്ട്, SUVകളുണ്ട്, 7 സീറ്ററുകൾ, പ്രീമിയം വെഹിക്കിൾസ് ഒക്കെ ഏറ്റവും നല്ല ബഡ്ജറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു അടിപൊളി ഷോറൂമാണ് പോസ്റ്റ് ലിങ്ക്. സോ നമുക്ക് ഇത്തവണ ഇയർ എൻഡിംഗ് ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള സജ്ജേട്ടനാണ്. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. യെസ്, അപ്പോൾ ഇത്തവണ നമുക്ക് ഇയർ എൻഡിംഗ് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? നവംബർ ആണെങ്കിലും ഡിസംബർ ആകുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പുതിയ ഒരുപാട് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്. നമുക്ക് നല്ല റേറ്റിന് ഒരുപാട് പ്രീമിയം വണ്ടികളും നോൺ പ്രീമിയം വണ്ടികളും ഒരുപാട്. അപ്പോൾ ഏത് റേഞ്ചിലുള്ള ആളുകൾ നമ്മളെ ഒരു ഇതുണ്ടായിരുന്നു, ഓട്ടോമാറ്റിക് വണ്ടി ഉണ്ട്. ഒരുപാട് ഓട്ടോമാറ്റിക് വണ്ടി ചെറിയ ബഡ്ജറ്റിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇത്തവണ നമുക്ക് എല്ലാവരും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പാർട്ടാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഏകദേശം 2 പാർട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ഈ ഒരു പോസ്റ്റ് ലിങ്കിന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് പോസ്റ്റ് ലിങ്ക് എത്തിച്ചേരാം? നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് കറക്റ്റ് മലപ്പുറം ജില്ലയിൽ വള്ളുമ്പ്രം എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മൾ പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ ആണ് ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്യുന്നത്. വള്ളുമ്പ്രം അത്താണിക്കൽ കറക്റ്റ് സ്റ്റോപ്പിന്റെ പേര്. അപ്പോൾ ഈ ഒരു കാണുന്നത് നമുക്ക് നേരെ പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേ ആണ്. അപ്പോൾ അതിന്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു പോസ്റ്റ് ലിങ്ക് വരുന്നത്. അപ്പോൾ ഇത്തവണ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ 3 കിഡ്ലം ക്യൂട്ടായിട്ടുള്ള വെഹിക്കിൾസ് ആണ്. മിനിയുടെ പല ഓപ്ഷൻസ്, 2 5 ഡോറും 1 3 ഡോറും ആണ് വരുന്നത് അല്ലേ? അതെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു ഫുൾ ബ്ലാക്ക് അങ്ങ് തുടങ്ങാം അല്ലേ? ഫുൾ ബ്ലാക്ക്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? കർണാടക പ്രൈവറ്റ് രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ്. 2018 മോഡൽ 19 രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ്. കർണാടക പ്രൈവറ്റ് രജിസ്ട്രേഷൻ ആണ്. കർണാടക അഡ്രസ് ഉള്ളവർക്ക് നേരെ നമുക്ക് അവരുടെ പേരിലേക്ക് അങ്ങോട്ട് മാറി കൊടുക്കാം. ഒരു മാക്സിമം നമുക്ക് ഒരു ബഡ്ജറ്റ് റേഞ്ചിന് കൊടുക്കാം. എത്ര 29,90 നമുക്ക് ചെയ്യാം. ഇതിൽ നമ്മൾ JCWയുടെ സൗണ്ട് കിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫുൾ പ്രീമിയം ഫിറ്റിംഗ്സ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അത്രയും നമുക്ക് വൃത്തിയായിട്ടുള്ള ഒരു വാഹനമാണ്. അപ്പോൾ നമുക്ക് എല്ലാം കൂടി കൂട്ടുമ്പോൾ നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ലോ കിലോമീറ്ററിലാണ്, പിന്നെ ന്യൂ മോഡലാണല്ലോ. ഓക്കെ, അപ്പോൾ ഏകദേശം നമുക്ക് ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ലോണും അവൈലബിൾ ആണ് അല്ലേ? ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് നമ്പറായി കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് നമുക്കൊരു ഡോൾ ടൂണിൽ വരുന്ന ഒരു കിഡ്ലം വാഹനമാണ്. ഒരു ഫാൻസി ടൈപ്പ് കളേഴ്സ് കാര്യങ്ങളൊക്കെ റാപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഫുള്ള് റാപ്പിഡ് ആണ് അല്ലേ? ഇത് നമുക്ക് RCയിൽ വന്നിട്ടുണ്ട് അങ്ങനെ? ഇല്ല, അത് ചേഞ്ച് ചെയ്തിട്ടില്ല. വൈറ്റ് കളറിലാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും തിരിച്ചും ചെയ്യാം. ഓക്കെ, പക്ഷെ നല്ല പൊളിയായിട്ടുണ്ടല്ലേ വണ്ടി? അത്യാവശ്യം നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. അതർ സ്ട്രീറ്റിൽ നമ്പർ അതർ സ്ട്രീറ്റിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ, ഇത് 5 ഡോർ ആണ് വരുന്നത് അല്ലേ? അതെ. യെസ്, അപ്പോൾ അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ട് നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വാഹനമാണ്. യെസ്, ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് 70,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, 2016 മോഡൽ 17 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നോക്കി പക്കാ കിടുവാണ്. അത്യാവശ്യം ഇതൊക്കെ നമുക്ക് പക്ക ഫുൾ ഹിസ്റ്ററി എല്ലാം പക്കയാണല്ലോ വണ്ടിയില്ല? അതെ അതെ. എത്ര രൂപയാണ് ചോദിക്കുന്നത്? ഇത് നമുക്ക് 16,90,000 ചെയ്യാം. 16,90 അല്ലേ? ഇത് നമുക്ക് NOC പ്രൈസ് ആണ്. ചെറിയൊരു എമൗണ്ട് അഡീഷണൽ വരുന്നത് അല്ലേ? ഇത് നമുക്ക് ഒരു പക്ക ഒന്നുകൂടി ഒരു 5 ഡോളർ തന്നെ വരുന്ന ഒരു ഡുൾ ടൂണിലൊക്കെ വരുന്ന ബ്ലൂ ആൻഡ് വൈറ്റ് ഫിനിഷിംഗിൽ വരുന്ന ഒരു അടിപൊളി വാഹനം. ഇത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓക്കെ, 50,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ്, ഒറിജിനൽ കേരള വണ്ടിയാണ് അല്ലേ? കോഴിക്കോട് ഫാൻസി നമ്പറിൽ നിലനിൽക്കുന്ന കൂപ്പർ D ആണ്, ഡീസലാണ്. ഓക്കെ, ഇതിൽ നമ്മൾ എടുത്തു പറഞ്ഞില്ല, ഇത് പെട്രോൾ ആണ്. ഇത് പെട്രോൾ വേരിയന്റ് ആണ്. 5 ഡോർ രണ്ടും വരുന്നത് ഡീസലുമാണ് വരുന്നത് അല്ലേ? ഓക്കെ, യെസ്. ഇത് നമുക്ക് പക്ക ഫാൻസി നമ്പർ കാലിക്കറ്റ് രജിസ്ട്രേഷനിൽ വരുന്ന അടിപൊളി വാഹനം. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഡീസൽ വേരിയന്റ് ആണ് അല്ലേ? കിലോമീറ്റർ എങ്ങനെയായിരുന്നു?
ഇത് 50,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള ഷോറൂം ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. കംപ്ലീറ്റ് ഷോറൂം സർവീസ് ആണ് എല്ലാ വണ്ടിയും. പക്കായിട്ട് നമുക്ക് അത്രയും ഹൈ ക്വാളിറ്റി വെൽ മെയിൻറ്റെയിൻ ഉണ്ട്. അതെ അതെ. 2014 മോഡൽ 16 രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ്. ഓക്കെ. കോഴിക്കോട് ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? വെറും 23,90,000 രൂപയ്ക്ക് ചെയ്യാം. 23,90,000 അതിന് 90% ലോൺ നമുക്ക് അറേഞ്ച് ചെയ്യും. ഓക്കെ. അപ്പോൾ നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് തന്നെ നമുക്ക് ഈ വാഹനം ഇറക്കാം. അപ്പോൾ മൂന്ന് നമുക്ക് അത്യാവശ്യം നല്ല എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളാണ്. സോ അപ്പോൾ ഒരു മിനിയൊക്കെ നോക്കുന്നവർ വേറെ എവിടെയും പോകണ്ട. നമുക്ക് 3 ഓപ്ഷനിൽ 3 കളർ ഓപ്ഷനിൽ പെട്രോൾ വേണ്ടവർക്ക് പെട്രോളും ഡീസൽ വേണ്ടവർക്ക് ഡീസലും ഉണ്ട്, 5 ഡോർ ഉണ്ട്, 3 ഡോർ ഉണ്ട്. ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ലോണ് കാര്യങ്ങളൊക്കെ വേണ്ടവർക്ക്, അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഹൈലൈറ്റ് തന്നെ നമുക്ക് കർണാടക ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് അവിടെ തന്നെ ഒരു ബഡ്ജറ്റ് പ്രൈസ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എക്സ്പെൻസ് ഇല്ലാതെ നമുക്ക് നേരെ അങ്ങോട്ട് തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാനും നമുക്ക് സാധിക്കൂല. എന്താണ് ഈ ഒരു വാഹനത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്? ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. സാവി പ്രോ എന്ന് പറഞ്ഞ എഡിഷൻ ആണ്. അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ്, അതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണ്. സ്പെഷ്യൽ എഡിഷൻ ആണ്. അതായത് ഇന്റീരിയർ റെഡും ഫുൾ ബ്ലാക്ക് പോലെയാണ് വരുന്ന വണ്ടി. ഓക്കെ. അപ്പൊ ഡോൾട്ടൂണിൽ വരുന്ന ഒരു സ്പെഷ്യൽ എഡിഷൻ വാഹനമാണ്. ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് സാവി പ്രോ, ഏറ്റവും ടോപ്പ് എൻഡിൽ. നിലവിൽ നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അത്രയും ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കിടലൻ വാഹനമാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2021 മോഡൽ 23 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വണ്ടിയാണ്. വെറും 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്ക ലോ കിലോമീറ്റർ കിലോമീറ്റർ ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. 0 ആക്സിഡന്റ്. ഓക്കെ. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് 10,90,000 രൂപയ്ക്ക് നമുക്ക് ചെയ്യാം. അതായത് ഒരു 10 ലക്ഷം രൂപ ബഡ്ജറ്റില് ഒരു SUV നോക്കുന്നവർക്ക് അതും ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള SUV ആണ് ഈ ഒരു വാഹനം. ലേഡീസ് കസ്റ്റമേഴ്സിനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത്രയും ഫീച്ചേഴ്സ് ആണ്. അഡാസ് ഒക്കെ വരുന്ന ഒരു വരുന്ന ഒരു വാഹനമാണ്. അപ്പൊ 10 സംതിങ് ആണ്. അതും ലോ കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പില് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം അല്ലെ. സാധാരണക്കാരന് അഫോർഡബിൾ ആയ പ്രൈസിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കിടിലൻ സെഡാനായിട്ടാണ് വന്നിട്ടുള്ളത്. അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് എൻഡ് വരുന്ന ഹുണ്ടായുടെ ഓറ. ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2023 മോഡൽ വരുന്ന വണ്ടിയാണ്. പെട്രോള് ഓട്ടോമാറ്റിക്, ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്, ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് വെറും 29,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. ഓക്കെ. ഓട്ടോമാറ്റിക് ആണ്. എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡിങ് വന്നിട്ടുള്ളതാണ്. ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് പക്ക ഒരു പ്രീമിയം ലെവലിൽ തന്നെയാണ് ഈ എണ്ണം ചെയ്തിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആണ്. റിയറിൽ നമുക്ക് AC വെന്റ് കാര്യങ്ങളൊക്കെ അടക്കം വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ ഫുള്ളി ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണ്. സ്റ്റിയറിംഗിൽ ക്രൂസ് കൺട്രോൾ കാര്യങ്ങൾ, അതേ വോളിയം കൺട്രോൾ, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങൾ, അതേപോലെ ഓട്ടോമാറ്റിക്കലി എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈവൻ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, മെയിൻ്റെനൻസ് ഇല്ലാത്ത വണ്ടികൾ തിരയുന്ന ആൾക്കാർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് അല്ലെ. ലോങ് ഡ്രൈവിനൊക്കെ നല്ല കംഫർട്ട് ആണ്. ഈവൻ ലേഡീസിന് വരെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഡിസൈൻ അടക്കം വരുന്ന ഒരു അടിപൊളി വാഹനം. അത്യാവശ്യം മൈലേജും കിട്ടുന്ന ഒരു വാഹനം അല്ലെ. കിട്ടും. എങ്ങനെയായിരുന്നു കിലോമീറ്റർ? 30 വെറും 29,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തു. 29,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് അല്ല. സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. 2023 വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? നമുക്ക് 6,95,000 രൂപയ്ക്ക് ചെയ്യാം. 6,95 അല്ലേ. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഫുൾ ഓൺ തന്നെ ചെയ്യാം. ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ട്രാക്കുള്ളവർക്ക് ഫുൾ ഓൺ ചെയ്യാം. 90% എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റൂല. നല്ല ഫീച്ചേഴ്സും നല്ല കംഫർട്ടും കൂടെ തന്നെ ഒരു 10 ലക്ഷം ബഡ്ജറ്റില് പ്ലസ് നമുക്ക് ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന ഒരു കിഡ്ലം ഫീച്ചറിസ്റ്റിക് ആയിട്ട് ഒരു വാഹനമാണ് പരിചയപ്പെടുന്നത്. MGയുടെ എക്ട്ര ആണ്. അതും പക്ക വൈറ്റിൽ വരുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് നമുക്ക് 2019 മോഡല് ഫുൾ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണ്. അത് നമുക്ക് ഷാപ്പ് 5 സീറ്റർ ഏറ്റവും ഹൈ എൻഡ് പ്ലസ് നമുക്ക് ഓട്ടോമാറ്റിക് കൂടിയാണ്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല സ്പേഷ്യസ് ആണ്, നല്ല ഫീച്ചറിസ്റ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് അല്ല. ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ വെറും 49,000 കിലോമീറ്റർ വണ്ടി. 49,000 കിലോമീറ്റർ. ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന സിംഗിൾ ഓൺഷിപ്പ് ആണ്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് എൻഡില് 2019 മോഡൽ 2019 സിംഗിൾ ഓൺഷിപ്പിൽ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. അപ്പൊ ഇതിന് നമ്മൾ എത്രയാണ് ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് വെറും 10,25,000 രൂപ. 10,25 അല്ലേ. സോ അത് 10 ലക്ഷം ബഡ്ജറ്റില് ഒരു SUV നോക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. 0 ഡൗൺ പേയ്മെന്റ് നമുക്ക് വാഹനം ഇറക്കുകയും ചെയ്യാം അല്ലെ. ഇത് നമുക്ക് അടുത്ത ഒരു അടിപൊളി വാഹനമായിട്ടാണ് വന്നിട്ടുള്ളത്. ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു കിഡ്ലം എക്കോ സ്പോർട്ട്. സോ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്പെഷ്യൽ എഡിഷനിൽ, അതായത് എക്കോ ബൂസ്റ്റ് എഞ്ചിനിൽ വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. സോ ഇത്തരം വാഹനങ്ങൾ നോക്കുന്നവരെ സംബന്ധിച്ച് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ്. അതും ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു സൈത്തേട്ട ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2016
മോഡൽ വരുന്നതാണ്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഒരു 40,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. അപ്പൊ നമുക്ക് 5 ടയേഴ്സും ഫുൾ കട്ട ടയേഴ്സ് ആണ്. ഈവൻ നമുക്ക് സ്റ്റെപ്പിനെ അടക്കം ഫുൾ കട്ട ടയേഴ്സിൽ വരുന്ന ഒരു വാഹനം. ഇന്ത്യയിലൊക്കെ നോക്കി പക്ക വെൽ മെയിൻറ്റൈൻഡ് ആണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനം. പിന്നെ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി അതേപോലെ തന്നെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം പക്കയാണ് വരുന്നത്. മെയിൻ ഒരു 1 ലിറ്റർ സ്പെഷ്യൽ എഡിഷൻ വരുന്ന വണ്ടിയാണ്. സോ അതും ഫുൾ ബ്ലാക്കിൽ 40,000 കിലോമീറ്റർ അല്ലേ? മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എത്ര വണ്ടിയാണ്? എത്ര വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് 4,95,000 രൂപയ്ക്ക് അത് നമുക്കൊരു ബഡ്ജറ്റ് പ്രൈസിന് കൊടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് നമുക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. എക്കോബോസിൽ 1 ലിറ്റർ സ്പെഷ്യൽ എഡിഷനിൽ 40,000 കിലോമീറ്റർ, അതും 14 മോഡലിൽ ഒരു അടിപൊളി വാഹനം. ട്രാക്ക് ഉണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ലോണും അവൈലബിൾ ആണ് അല്ല. ഇതുവരെ നമ്മൾ പ്രീമിയം വെഹിക്കിൾസ് ആയിരുന്നു. എന്നാൽ സാധാരണക്കാരന് അഫോർഡബിൾ ആയ പ്രൈസിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നവർക്ക് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഏറ്റവും ന്യൂ ഫേസിൽ വരുന്ന ഒരു കിഡ്ലം വാഗ്നർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതും വൈറ്റ് ഫിനിഷിംഗ് ആണ്. 4 ടയേഴ്സ് കാര്യങ്ങളെല്ലാം പക്കയാണ്. ഇന്ത്യ സൈഡ് നോക്കുകയാണെങ്കിലും പക്ക വെൽ മെയിൻറ്റൈൻഡ് ആണ്. സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, 2 സൈഡ് എയർ ബാഗ്സ് കാര്യങ്ങൾ. റിയറിലാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2024 മോഡലിൽ വെറും 18,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. വെറും 18,000 കിലോമീറ്റർ ആണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. അത് നമുക്ക് 2024 മോഡൽ. സോ കമ്പനി വാറണ്ടി നിലവിലുണ്ടാവും അല്ലേ? ഉണ്ട്. ലോ കിലോമീറ്റർ ഒരു ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ 1.2 ലിറ്റർ നമ്മൾ സ്വിഫ്റ്റിന്റെ ഒക്കെ വരുന്ന സെയിം ലിറ്റർ എഞ്ചിനിൽ വരുന്ന സെയിം മൈലേജ് കാര്യങ്ങളും പെർഫോമൻസ് കിട്ടുന്ന ഒരു അടിപൊളി വാഹനം. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് 6,10,000 രൂപയ്ക്ക്. 6,10,000 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപ ഡൗൺ പേയ്മെന്റ് വാഹനം ഇറക്കാൻ പറ്റും? നമുക്കൊരു 90% ലോൺ നമുക്ക് ചെറിയൊരു ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വാഹനം ഇറക്കാം അല്ലേ? ഇത് നെക്സ്റ്റ് നമ്മളൊരു ബഡ്ജറ്റ് ലെവലിൽ ഒരു സെമി പ്രീമിയം വെഹിക്കിൾ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ടൊയോട്ട കൊറോള ഓൾട്ടിസ്. ഇതിന്റെ എക്സ്റ്റീരിയർ ഒക്കെ നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് നല്ല ക്വാളിറ്റി, അത്രയും വെൽ മെയിൻറ്റൈൻ ഉള്ള ഒരു അടിപൊളി വാഹനമാണ്. പക്ക ഹൈ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു സൈത്തേടെ ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് നമുക്ക് 2014 മോഡല് 2015 രജിസ്ട്രേഷൻ വരുന്ന റീ രജിസ്റ്റേർഡ് വണ്ടിയാണ്. കേരളത്തിലോട്ട് നമ്പർ ആയിട്ടുള്ള വണ്ടിയാണ്. പക്ഷെ നമുക്കൊരു കേരള വാഹനത്തിന്റെ ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റൂല. നല്ല ക്വാളിറ്റി, ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും നല്ല മെയിൻറ്റെയിൻ ആണ്. ഓക്കെ. ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു? ഇത് 1,30,000 ആണ് വണ്ടി റൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതൊരു പ്രീമിയം വെഹിക്കിൾ ആണെങ്കിൽ ഇതിന്റെ മൈലേജ് ആണ് ഹൈലൈറ്റ്. നല്ല മൈലേജ് കിട്ടുന്ന മോഡലാണ്. ലോങ് ഡ്രൈവിൽ ഏകദേശം ഓപ്ഷൻ ആണ്. 20 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് നമുക്ക് ലോങ് ഡ്രൈവിൽ പ്രതീക്ഷിക്കുകയും ചെയ്യാം. അപ്പൊ അത്യാവശ്യം നല്ല ലോ മെയിൻ്റെനൻസും അതേപോലെ തന്നെ നല്ല കംഫർട്ടും മൈലേജ് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നമ്മുടെ പ്രൈസും കൂടി ഒരു ഓപ്ഷനബിൾ ആയാൽ മതി കേട്ടോ. എങ്ങനെയായിരുന്നു നമുക്ക് കൊടുക്കാൻ പറ്റൂലേ? 6,10,000 രൂപയ്ക്ക് നമുക്ക്. അതായത് നമുക്ക് നിലവിൽ ഒരു സ്വിഫ്റ്റ് ബലാനൊക്കെ വാങ്ങുന്ന അതേ പ്രൈസിന് നമുക്ക് ഡീസലിൽ ഈ ഒരു സെമി പ്രീമിയം വെഹിക്കിൾ സ്വന്തമാക്കാം. ഏകദേശം നമുക്ക് എത്ര രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും? അത് നമുക്കൊരു 80-90% നമുക്ക് ലോൺ ചെയ്യാം. ഡൗൺ പേയ്മെന്റിൽ തന്നെ നമുക്ക് സുഖമായിട്ട് ചെയ്യാം, വണ്ടി ഇറക്കും ചെയ്യാം അല്ലെ? അതാണ് ഓഫർ പ്രൈസിന്, അതും 4x4 ഒരു താറ് നോക്കുന്നവർക്ക് ഫുൾ ബ്ലാക്കില് ഹാർഡ് ടോപ്പില് ഏറ്റവും ഹൈ എൻഡ് വേരിയന്റില് ഒരു കിഡ്ലം വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2021 മോഡല് പെട്രോൾ ഓട്ടോമാറ്റിക് വരുന്ന വണ്ടിയാണ്. 4x4 ആണ് അല്ലേ? 4 വീൽ ഡ്രൈവ് ആണ് വരുന്നത്. 4 വീൽ ആണ്, അതും ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ്. 30,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. 30,000 കിലോമീറ്റർ ഹാർഡ് ടോപ്പില് ഓട്ടോമാറ്റിക്കലി 4x4 ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് അല്ലേ? അതും ലോ കിലോമീറ്റർ ആണ്. ഓൺഷിപ്പ് സിംഗിൾ ആണ് വരുന്നത്. സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടി. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് 12,50,000 രൂപയ്ക്ക് ചെയ്യാം. 12,50,000. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് 12,50,000 രൂപയ്ക്ക് ഇത് ചെയ്യാം. മാക്സിമം ലോണോടെ. ഓക്കെ. മാക്സിമം ലോണും ഫുൾ ലോൺ തന്നെ ചെയ്യാൻ പറ്റൂല. അപ്പൊ അതാണ് ഒരു ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 0 ഡൗൺ പേയ്മെന്റ്. അതേപോലെ തന്നെ 12,50,000 രൂപയ്ക്ക് ഹാർഡ് ടോപ്പിൽ ഏറ്റവും ടോപ്പ് എൻഡിൽ 4x4 ഓട്ടോമാറ്റിക് വരുന്ന ഒരു അടിപൊളി വാഹനം കേട്ടോ. ഹാച്ച് ബാക്കിന്റെ പ്രൈസിനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കിഡ്ലം 7 സീറ്റർ SUV ആയിട്ടാണ് വന്നിട്ടുള്ളത്. സഫാരി സ്റ്റോമർ സ്പെഷ്യൽ എഡിഷൻ ആണ്. പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ എക്സ്റ്റീരിയർ ടോട്ടലി കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ്. ഫുള്ളി റീപെയിന്റഡ് ആയിട്ടുള്ള ഒരു പക്ക ലക്ഷറി ലെവലിൽ തന്നെ നമുക്ക് പെയിന്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ്. ഒരു 7 സീറ്റർ ആണ്. പ്ലസ് നമുക്കൊരു ഓഫ് റോഡ് കാപ്പബിലിറ്റി ഒക്കെ വരുന്ന ഒരു 2 വീലർ ഡ്രൈവ് ആണ് വരുന്നത് അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2018 മോഡല് ഡീസൽ മാനുവൽ 2 വീലിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ. പക്ക ബക്കറ്റ് സീറ്റ്സ് കാര്യങ്ങൾ, ഇന്റീരിയറും ബെക്സ്റ്റീരിയറും ഒക്കെ നല്ല പക്ക ടോട്ടലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്, കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ, കളർ കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. 2018 റീ രജിസ്റ്റേർഡ് ആണ്. കേരളത്തിലേക്ക് നമ്പർ ആയിട്ടുള്ള വണ്ടിയാണ്. കംപ്ലൈൻസ് കാര്യങ്ങളൊന്നും നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്.
ഇത് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല വർക്ക് ചെയ്ത് നല്ല ഡീറ്റെയിലാണ്. എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് 6,25,000 രൂപയ്ക്ക് വണ്ടി നമുക്ക് ചെയ്യാം. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് എന്തായാലും ഒരു 80% നമുക്ക് ലോൺ അറിയാം. ലോൺ ചെയ്യാൻ പറ്റൂല. ഇതൊരു പക്ക പ്രീമിയം വാഹനമായിട്ടാണ്. BMന്റെ X1 ആണ്. അതും പക്ക വൈറ്റ് ഫിനിഷിംഗിൽ വരുന്ന ഒരു കിഡ്ലം വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2017 മോഡൽ 18 രജിസ്ട്രേഷൻ കേരള ഒറിജിനൽ കേരള വാഹനം അല്ലെ? പക്ക നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ്. ഇന്റീരിയർ എക്സ്റ്റീരിയർ പക്ക വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനം അല്ലെ? M Sport എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അത് ടോപ്പാണ്, ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. പനോരമിക് സൺറൂഫ് എല്ലാം വരുന്ന ഒരു വാഹനം അല്ലെ? ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു? വെറും 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഓക്കെ. മേജറായ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. ഒരു പക്ക ഒറിജിനൽ വാഹനം, സർവീസ് ആയിട്ടുള്ള വണ്ടിയാണ്. ഒറിജിനൽ കേരള വാഹനം. അത് നമുക്ക് പക്ക വെൽ മെയിൻറ്റൈൻഡ് വാഹനം. നമ്പറും കൂടെയാണ്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് 23,50,000 രൂപയ്ക്ക് 23,50 അല്ലെ? മാക്സിമം നമുക്ക് ലോണും ചെയ്യാം. മാക്സിമം ലോൺ. അടുത്തൊരു ഓഫ് റോഡ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാണ് ഒരു കിഡ്ലം വാഹനമായിട്ടാണ് വന്നിട്ടുള്ളത്. മിത്സുബിഷിയുടെ പെജിറോ സ്പോർട്ട് അല്ലെ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2015 മോഡൽ 4x2 ഓട്ടോമാറ്റിക്കൽ വരുന്ന വണ്ടിയാണ്. 4x2 ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക്. പക്ക നമുക്ക് ഹൈ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം അല്ലെ? മേജർ ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും. ഓക്കെ. 7 സീറ്റർ ആണ്. അത് നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ പക്ക വെൽ മെയിൻറ്റൈൻഡ് ആണ്. അതുപോലെ അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് 1,20,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. നമുക്ക് NOC-ൽ നമുക്ക് 7,40,000 രൂപയ്ക്ക് വണ്ടി 7,40,000 രൂപയ്ക്ക് 4x2 ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു ഡീസൽ ഓട്ടോമാറ്റിക് പെജിറോ അല്ല? നമുക്ക് നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ട് റെഡിയിൽ അവൈലബിൾ ആണ്. നമുക്ക് പെട്ടെന്ന് നമ്പർ ആക്കി ലോൺ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനും ലോണൊക്കെ ചെയ്യാം. 70% ഒക്കെ ലോൺ നമുക്ക് ചെയ്യാം. അപ്പൊ എഞ്ചിന് മെക്കാനിക്കലൊക്കെ പക്ക ഫിറ്റ് ചെയ്യില്ല? പക്ക മെയിൻറ്റെയിൻ ആണ്.